നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ ഫയർഫോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള 3 സെന്റ് സ്ഥലം പാട്ടത്തിന് കൊടുത്ത സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. പാനൂരിൽ ഇരുചക്രവാഹന യാത്രക്കാരന് ലോറിയിടിച്ച് ദാരുണാന്ത്യം. മരണപ്പെട്ടത് ചെറുപറമ്പിലെ പുതിയ വീട്ടിൽ യൂസഫ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയെന്ന ആരോപണവുമായി UDF. മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ലെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. പാനൂരിനടുത്ത് വിളക്കോട്ടൂരിൽ ഭീതി പരത്തി കാട്ടുപോത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെയോടെ. വാർത്തകൾ വിശദമായി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡരികിൽ 3 സെന്റ് ഫയർഫോഴ്സ് ഉടമസ്ഥതയിലുള്ള ഭൂമി പാട്ടത്തിന് കൊടുത്ത സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതും വലതും പാർട്ടികളായ CPM-ഉം ലീഗും കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്നും കെ വിനോദ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡരികിൽ 3 സെന്റ് ഫയർഫോഴ്സ് ഉടമസ്ഥതയിലുള്ള ഭൂമി പാട്ടത്തിന് കൊടുത്ത സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞു. 3 കോടി രൂപ പാട്ടവില കിട്ടുന്ന നഗരഹൃദയത്തിലെ ഭൂമിയാണ് സർക്കാർ CPM നിയന്ത്രണത്തിലുള്ള ടുബാക്കോ വർക്കേഴ്സ് യൂണിയന് 1,33,333 രൂപയ്ക്ക് പാട്ടത്തിന് നൽകിയതായി 2024 ഉത്തരവിറക്കിയത്. CITU നേതാവ് C കണ്ണന് സ്മാരക സ്തൂപം നിർമ്മിക്കുന്നതിനാണ് സ്ഥലം അനുവദിച്ചത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡരികിലാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ഇതുകാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് റോഡ് വികസനം തടസ്സപ്പെടും. അനധികൃത നിർമ്മാണത്തിനെതിരെ കേസെടുത്ത് അടിയന്തരമായി പൊളിച്ചു കളയാൻ തയ്യാറാക്കണമെന്നും വിനോദ് കുമാർ പറഞ്ഞു. 1.5 മാസമായിട്ടും ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ള ആളുകൾക്ക് നേരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല കണ്ണൂർ കോർപ്പറേഷൻ. ഇത് പൊളിച്ചു മാറ്റാൻ യാതൊരു നടപടിയും കണ്ണൂർ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. സ്വാഭാവികമായും ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നിർമ്മാണം നടത്തിക്കഴിഞ്ഞാൽ പൊളിച്ചു നീക്കാൻ ഉത്തരവാദപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഇത് പൊളിച്ചു മാറ്റുന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് CPM-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസ് ലീഗ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ. BJP ആവശ്യപ്പെടുന്നത് ശക്തമായ നടപടി ഇവിടെ സ്വീകരിക്കണം. ഈ സ്ഥലം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം കണ്ണൂർ കോർപ്പറേഷൻ. അതുപോലെ ഈ സ്ഥലം നിസ്സാര വിലക്ക് പാട്ടത്തിന് നൽകിയതിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തണം. ഇവിടെ നടക്കുന്നത് എന്താ? വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPM-ഉം കോൺഗ്രസും ലീഗും തമ്മിൽ ചില രഹസ്യധാരണകളുണ്ട്. ചില സ്ഥലത്ത് രഹസ്യധാരണകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില ഡീലിംഗ് അവർ തമ്മിൽ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ പല കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കോർപ്പറേഷനിൽ മതിയായ അനുമതിയോ രേഖകളോ സമർപ്പിക്കാതെയുള്ള അനധികൃത നിർമ്മാണമാണ് നടക്കുന്നതെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതും വലതും പാർട്ടികളായ CPM-ഉം ലീഗും കോൺഗ്രസും ഒത്തുകളിക്കുകയാണെന്ന് കെ വിനോദ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇരുചക്രവാഹന യാത്രക്കാരന് ലോറിയിടിച്ച് ദാരുണാന്ത്യം. ചെറുപറമ്പിലെ പുതിയ വീട്ടിൽ യൂസഫാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10:30 താഴെ കുന്നോത്തുപറമ്പ് ചെറുപറമ്പ് റോഡിലാണ് അപകടം. യൂസഫ് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിനെ ലോറി വന്നിടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പാനൂരിൽ ഇരുചക്രവാഹന യാത്രക്കാരന് ലോറിയിടിച്ച് ദാരുണാന്ത്യം. ചെറുപറമ്പിലെ പുതിയ വീട്ടിൽ യൂസഫാണ് മരണപ്പെട്ടത്. ബുധനാഴ്ച രാവിലെ 10:30 താഴെ കുന്നോത്തുപറമ്പ് ചെറുപറമ്പ് റോഡരികിലാണ് അപകടം. യൂസഫ് സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിനെ ലോറി വന്നിടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയെന്ന ആരോപണവുമായി UDF നേതാക്കൾ. മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷം ഉണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ല.
ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷം ഉണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ല. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ പരാതി നൽകിയതായി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്ത്, പക്ഷെ അത് മോണിറ്ററിങ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആണിപ്പോൾ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ആശങ്കയുണ്ട്. സാധാരണ ഈ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ വന്ന സ്ഥലങ്ങളിൽ അത് സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസുകാരാണ് ഇത് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ തയ്യാറാക്കി കൊടുത്തതിൽ വലിയ പാളിച്ച അപാകത വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് നമ്മൾ ഇന്ന് കലക്ട്രേറ്റിൽ പോയി UDF ചെയർമാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും സിയാജീർ സഹോദരൻ ഉൾപ്പെടെയുള്ള നമ്മളിന്ന് കലക്ടറെയും അതുപോലെ തന്നെ DIGനെയും കണ്ടിരുന്നു. പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചത്. ഇതിൽ 60% ബൂത്തുകൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. വെബ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ചെലവ് സ്ഥാനാർത്ഥികളിൽ നിന്നും ഈടാക്കുന്നതാണെന്നിരിക്കെ പ്രശ്നബാധിത ബൂത്തുകൾ ഒഴിവാക്കിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നോക്കി കണ്ട് പരിശോധിച്ച് സംഘടന നടക്കാൻ സാധ്യതയുള്ള പ്രശ്നം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് നമുക്ക് വെബ് ക്യാമറയുടെ ആവശ്യമുള്ളത്, സെൻസിറ്റീവ് ബൂത്തായിട്ട് വരേണ്ടതായിട്ടുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ വന്നിട്ടില്ല. വളരെ കുറച്ചൊരു 60% താഴെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാനൂരിനടുത്ത് വിളക്കോട്ടൂരിൽ ഭീതി പരത്തി കാട്ടുപോത്തുകൾ. ബുധനാഴ്ച രാവിലെയാണ് 2 വലിയ കാട്ടുപോത്തുകൾ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ് വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വിളക്കോട്ടൂരിലെ ഇടവഴികളിലൂടെയും റോഡുകളിലൂടെയുള്ള കാട്ടുപോത്തുകളുടെ സഞ്ചാരം മേഖലയെ ആകെ ഭീതിയിലാഴ്ത്തി. കാട്ടുപോത്തുകൾ നാട്ടിലിറങ്ങിയ വിവരം കാട്ടുതീ പോലെയാണ് പരന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും സന്ദേശം പ്രചരിച്ചതോടെ വിളക്കോട്ടൂർ മേഖലയാകെ ഭീതിയിലായി. പോത്തുകൾ ഇറങ്ങിയ സാഹചര്യം പ്രദേശത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കൊളവല്ലൂർ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കാട്ടുപോത്തുകളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും തുരത്തി വനമേഖലയിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടി രാത്രി വൈകിയും പുരോഗമിക്കുകയാണ്. മൊകേരി പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ വോട്ട് തേടി മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൊളവല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലായിരുന്നു വോട്ട് യാത്ര. പാറേമ്മലിൽ നിന്ന് ആരംഭിച്ച യാത്ര മുത്താറിപ്പീടികയിൽ സമാപിച്ചു. രാവിലെ 6:15 മോർണിംഗ് വാക്ക് ആരംഭിച്ചത്. വരും ദിവസങ്ങളിലും മോർണിംഗ് വാക്ക് തുടരും. എല്ലായിടത്തും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുക എന്നതാണ് മോർണിംഗ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. മോർണിംഗ് വാക്കിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലി പറഞ്ഞു. രാവിലെ ഒരു 6:45 തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മാക്കൂൽപീടിയ ഭാഗത്താണുള്ളത്, മൊകേരി പഞ്ചായത്തിലെ. എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് വാക്ക് ഉണ്ട്. എല്ലാ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഏകദേശം നമ്മുടെ ജില്ലാ ഡിവിഷനിലെ ഭാഗങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നാളെ വെള്ളിയായി അല്ലേ, വെള്ളിയായി മേഖലയിൽ നാളെ വ്യാഴം വെള്ളിയായി മേഖലയിൽ നാളെ മോർണിംഗ് വാക്ക് ഉണ്ട്. രാവിലെ എല്ലാ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ആളുകളെ കാണുക, സംവദിക്കുക എന്നതാണ് ഉദ്ദേശം. എല്ലാവരും നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഈ വാർഡ് 8ാം വാർഡിലെ സ്ഥാനാർത്ഥി അർഷാദാണ്. ലിബിൻ എവിടെ പോയി? ഇത് 9ാം വാർഡിലെ ലിബിനാണ്. ഗീത ടീച്ചർ ബ്ലോക്കിൽ മത്സരിക്കുന്ന ഗീത ടീച്ചറാണ്. അങ്ങനെ UDFൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് നമ്മുടെ ഒരു യാത്ര. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്.
പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ ഗീത ടീച്ചർ, 8ാം വാർഡ് സ്ഥാനാർത്ഥി കെ പി അർഷാദ്, 9ാം വാർഡ് സ്ഥാനാർത്ഥി ടി ലിബിൻ, 7ാം വാർഡ് സ്ഥാനാർത്ഥി ഉമ്മുകുൽസു, നേതാക്കളായ കെ ശ്രീധരൻ, ഹരിദാസ് മൊകേരി, കൃഷ്ണൻ മാസ്റ്റർ, കെ ജഗദീപൻ, മുനീർ കുറ്റിക്കണ്ടി, അഷ്റഫ്, ഗീത കൊമ്മേരി, അസീസ്, അഷ്റഫ്, ഡോക്ടർ ശശിധരൻ കുനിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 3 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിൽ വൈവിധ്യങ്ങളായ പരിപാടികൾ നടന്നു. ചാരയുണ്ട് ചേർത്ത് നിർത്താം എന്ന പേരിൽ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപജില്ലാ, ജില്ലാ കലോത്സവ വിജയികളായ വിദ്യാർത്ഥികൾ പാനൂരിലെ എസ് അക്കാദമി സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളുമായി സ്നേഹം പങ്കിടുകയും ചെയ്തു. ചാരയുണ്ട് ചേർത്ത് നിർത്താം എന്ന പേരിൽ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപജില്ലാ, ജില്ലാ കലോത്സവ വിജയികളായ വിദ്യാർത്ഥികൾ പാനൂരിലെ എസ് അക്കാദമി സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളുമായി സ്നേഹം പങ്കിടുകയും ചെയ്തു. കുട്ടികൾ മുൻകൈയെടുത്ത് സ്വരൂപിച്ച പണം കൊണ്ട് ഒരു വീൽചെയർ അക്കാദമി പ്രതിനിധി നിസ്താർ കീഴ്പറമ്പിന് കൈമാറി. ഒപ്പന, ഗാനാലാപനം തുടങ്ങിയ കലാവിരുന്നും ഒരുക്കിയിരുന്നു. ചോക്ലേറ്റും ലഡുവും വിതരണം ചെയ്ത് പരസ്പരം സ്നേഹ സൗഹാർദ്ദങ്ങൾ പങ്കുവച്ചു. ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്നും നമ്മോടൊപ്പം ചേർത്ത് നിർത്തി സമൂഹ നിർമ്മിതിക്ക് അവരെയും പങ്കാളികളാക്കണമെന്നുള്ള സന്ദേശം പകരുകയായിരുന്നു ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി, ചിത്രരചനാ മത്സരം എന്നിവയും നടന്നു. അധ്യാപകരായ ഇ അനന്തനാരായണൻ, BK ഉമ്മുകുൽസു, KK സമീറ, KM സുലൈഖ, മുബീൻ, മുഹമ്മദ് അബ്ദുള്ള എന്നിവർ നേതൃത്വം നൽകി. അവരുടെ ഉദ്യമത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കൂടെ ചെറിയ രീതിയിൽ ഞങ്ങൾ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീൽ ചെയർ ഇവിടത്തേക്ക് ഞങ്ങൾ വിദ്യാർത്ഥികളെ നിർമ്മാണമാണ്. അതിലേക്ക് നേരിടാൻ വേണ്ടി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി.
ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. തിരികെ വാർത്തകളിലേക്ക്. സമഗ്ര ശിക്ഷ കേരളം ചൊക്ലി BRCയുടെ നേതൃത്വത്തിൽ സ്പർശം 2025 എന്ന പേരിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കലാപരിപാടികൾ, വിജയികൾക്ക് ആദരവ് എന്നിവയും നടന്നു. ചൊക്ലി ഉപജില്ലാ AEO ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാനസികമായ പ്രത്യേക എന്തെങ്കിലും വൈകല്യമുള്ളവരെയാണ് നമ്മൾ ഈ വിഭാഗത്തിൽ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ബാക്കിയുള്ളവരല്ല, ഈ ഭിന്നശേഷിക്കാരല്ലാത്ത എല്ലാവരും പരിപൂർണരാണ് എന്ന് അതിന് അർത്ഥമുണ്ട്. ഒരു വിഭാഗത്തിൽ നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞ് വേർതിരിക്കുമ്പോൾ മറ്റെല്ലാവരും എല്ലാം തികഞ്ഞവരാണ്, പരിപൂർണരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം എല്ലാവരും എന്തെങ്കിലും ഒരു പോരായ്മ, പരിമിതിയും, ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, അല്ലെങ്കിൽ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലായിരിക്കാം, എന്തെങ്കിലും ഒരു വൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിമിതി, എല്ലാവരും പൂർണ്ണരല്ല. ചൊക്ലി BPC AP ലത അധ്യക്ഷയായി. പ്രധാനാധ്യാപിക റസിയ ടീച്ചർ, ചമ്പാട് വെസ്റ്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ രജിലേഷ് മാസ്റ്റർ, മതിയമ്പത്ത് MLP സ്കൂൾ PTA പ്രസിഡന്റ് അസീസ് മുഹമ്മദ്, അബൂബക്കർ, അൻവർ, അഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് യൂനസ് തങ്ങൾ സ്വാഗതവും P ശ്രീലത നന്ദിയും പറഞ്ഞു. ഇന്ന് ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമാണ്. ലോകമെമ്പാടും ഇന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നിരവധി പരിപാടികളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ദിവസമാണ്. കേരളത്തിലും ഈ ലോക ഭിന്നശേഷി ദിനാചരണത്തിൻ്റെ ഭാഗമായി എല്ലാ സബ് ജില്ലകളിലും ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു. നമ്മുടെ ചൊക്ലി സബ് ജില്ലയിലും സ്പർശം എന്ന പേരിലാണ് ചൊക്ലി BRC ഈ വർഷത്തെ ഭിന്നശേഷി ദിനാചരണ പരിപാടികൾ നടത്തുന്നത്. ഇന്നലെ വൈകുന്നേരം ഒരു വിളംബര ജാഥയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം അനുബന്ധ പ്രവർത്തനങ്ങളും, ചിത്രരചനാ മത്സരം, അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള മറ്റ് മത്സര പരിപാടികളൊക്കെ തന്നെ അനുബന്ധമായി നടത്തുന്നത്. ഇന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു മാജിക് ഷോ അതുപോലുള്ള മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ മാഹി ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ പ്രത്യേക താല്പര്യത്തിൽ നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ്, ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇത്തരം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നു.
ആരോഗ്യപരമായി ഇവരെ എങ്ങനെ പരിഗണിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് LDFന്റെ ആഭിമുഖ്യത്തിൽ ചെണ്ടയാട് മാവിലേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി അനിൽകുമാർ, 2-ാം വാർഡ് സ്ഥാനാർത്ഥി വിനോദ് കുമാർ PP, 23-ാം വാർഡ് സ്ഥാനാർത്ഥി സജിന VP, ബ്ലോക്ക് ചെണ്ടയാട് ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീജ M, ജില്ലാ പഞ്ചായത്ത് കൊളവല്ലൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി രവീന്ദ്രൻ കുന്നോത്ത് എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നൈറ്റ് റാലി സംഘടിപ്പിച്ചത്. ദേശീയ നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള നാവികാഭ്യാസ പ്രകടനം കാണുന്നതിനു വേണ്ടിയുള്ള KSRTC ബജറ്റ് ടൂറിസം യാത്രയ്ക്ക് തുടക്കമായി. കണ്ണൂർ DTO V മനോജ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. കാരണം നമ്മൾ പല പരിപാടികളിലും ടൂറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആയിരത്തിന് കൂടുതൽ നമ്മൾ കണ്ടോട്ടിപ്പോൾ നടത്തിയിട്ടുണ്ട്. മധ്യാണിപ്പോൾ നേവിയാണത്. വളരെ മലബാർ മേഖലയിൽ 2 മാസമാണ് ആകെ കിട്ടിയത്. സ്ഥലങ്ങളിലെല്ലാം ഗവി, മൂന്നാർ എല്ലാ സ്ഥലത്തും പോയി. ശരി ഇപ്പോൾ കാണാൻ പറ്റാത്ത സ്ഥലം KSRTC ബസ് ഇപ്പോൾ എല്ലാ സ്ഥലം പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. കാരണം കോവിഡിന് ശേഷം വളരെ നല്ല രീതിയിൽ ടൂറ് ഐറ്റങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാം, പ്രായമായി വീട്ടിലിരിക്കുന്നവർക്ക്, കാരണം മക്കളില്ല, എല്ലാവരും വിദേശത്തിരിക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് തോന്നുന്നത്. പലരും വിളിച്ച കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഈ ടൂർ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബമായി മാറിയിട്ടാണ് വരുന്നത് എല്ലാവരും. നമുക്കറിയാം, വീട്ടിൽ ഈ കാലഘട്ടത്തിൽ ഗൃഹസ്ഥലത്തിൽ ഇരിക്കുമ്പോൾ ഈ പോകുന്ന ടൂർ വന്ന് അതിപ്പോൾ കൈജൂസ്കാർ കല്യാണത്തിന് പോയപ്പോൾ അവിടെ കണ്ടത് എന്ന് വെച്ചാൽ ആ വീട്ടിൽ പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ സ്കൂൾ ഗ്രൂപ്പോ അങ്ങനെയൊന്നും കഴിക്കുമ്പോൾ അവരെല്ലാ ടൂറിന്റെ ഗ്രൂപ്പുകളാണ് ആ പോലേക്ക് എല്ലാവരും കൂടി. പരിപാടിയിൽ ഇൻസ്പെക്ടർ സജീഷ്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ബഡ്ജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ KR തൻസീർ, ഡിപ്പോ കോർഡിനേറ്റർ K രജീഷ്, ഗൈഡുമാരായ രൂപേഷ് എന്നിവർ പങ്കെടുത്തു. 2 ദിവസത്തെ യാത്രയാണ് ബജറ്റ് ടൂറിൽ ഒരുക്കിയിട്ടുള്ളത്. 1-ാമത്തെ ദിനം തിരുവനന്തപുരത്തെ കാപ്പുക്കാട് ആന പുനരധിവാസ കേന്ദ്രം, പൂവാർ ബോട്ടിംഗ്, വിഴിഞ്ഞം പോർട്ട് വ്യൂ പോയിന്റ് എന്നിവ കണ്ട് വൈകിട്ട് ശംഖുമുഖം കടപ്പുറത്ത് നാവികാഭ്യാസ പ്രകടനം കാണാനുള്ള അവസരമാണ് KSRTC അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാനൂർ നഗരസഭ UDF പ്രകടന പത്രിക പുറത്തിറക്കി. പാനൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടും നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് UDF വീണ്ടും അധികാരത്തിൽ ഏറണമെന്ന ആവശ്യവുമടങ്ങിയ പ്രകടന പത്രികയാണ് UDF നേതാക്കൾ പാനൂരിൽ പ്രകാശനം ചെയ്തത്. UDF പാനൂർ നഗരസഭ പ്രകടന പത്രിക പുറത്തിറക്കി. പാനൂരിൽ വാർത്താസമ്മേളനത്തിലാണ് UDF നേതാക്കൾ പ്രകടന പത്രിക പുറത്തിറക്കിയത്. വളരുന്ന പാനൂരിന് തുടരണം UDF എന്ന സന്ദേശവുമായാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. പാനൂർ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസ മേഖല, കായിക മേഖല, ടൂറിസം, വ്യവസായം, സാമൂഹികക്ഷേമം, കുടിവെള്ളം, സാമൂഹിക നീതി, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രിക വിശദീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം ഈ നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രകടന പത്രികയാണ് ഇന്നിവിടെ ഈ നഗരസഭയിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. വളരുന്ന പാനൂരിന് തുടരണം UDF എന്നതാണ് ഈ ഇലക്ഷൻ കാലത്തെ UDF ക്യാമ്പയിൻ്റെ സ്ലോഗൻ. ഒരുപാട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഏകദേശം എല്ലാം പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്നത്. പാനൂരിൽ പൊളിച്ചുമാറ്റിയ മത്സ്യ മാർക്കറ്റ് വ്യാപാര സമുച്ചയം ആധുനിക രീതിയിൽ പുനർനിർമ്മിക്കുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. നഗരസഭാ പരിധിക്കുള്ളിൽ ഗതാഗതയോഗ്യമല്ലാത്ത മുഴുവൻ റോഡുകളും ടാറിംഗ്, കോൺക്രീറ്റ്, ഇന്റർലോക്ക് എന്നിവ ചെയ്ത് നവീകരിക്കും. RRF വിൻഡോ കമ്പോസ്റ്റ് ഉടൻ പ്രാവർത്തികമാക്കും. എല്ലാ വാർഡുകളിലും സേവാഗ്രാമം ഉൾപ്പെടെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. വയോജനങ്ങൾക്കായി അഭയകേന്ദ്രങ്ങൾ, പോഷകാഹാര കിറ്റ്, വിനോദയാത്ര തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിക്കും. എല്ലാ വാർഡുകളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുമെന്നും പ്രകടന പത്രിക പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുറച്ചും കൂടി കാൽവെപ്പ് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ബാക്കി കിടക്കുന്ന ചില പദ്ധതികൾ, ഒന്ന് പാനൂർ ടൗണിലെ പൊളിച്ചു മാറ്റിയ ആ മത്സ്യ മാർക്കറ്റിൻ്റെ അവിടെ ആധുനിക സജ്ജീകരണത്തോടു കൂടിയുള്ള ഒരു മത്സ്യ മാർക്കറ്റും അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഈ വരുന്ന ഭരണസമിതി അവിടെ പണിയും. അതിൻ്റെ രീതിയിൽ ഈ കഴിഞ്ഞ ഭരണസമിതി അതിന് വേണ്ട ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. കരിയാട്ടെ മിനി സ്റ്റേഡിയം മികച്ച സ്റ്റേഡിയമാക്കി മാറ്റും. കനകമലയും മയ്യഴിപ്പുഴയും കേന്ദ്രീകരിച്ച് സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. നഗരസഭയിലെ തരിശു ഭൂമികൾ കാർഷികയോഗ്യമാക്കും. ഉന്നത പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം നൽകാൻ വിവിധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. എല്ലാവർക്കും മുടക്കമില്ലാതെ കുടിവെള്ളം എത്തിക്കാൻ പദ്ധതി നടപ്പിലാക്കും. അഭയാട് കുന്നിൽ വ്യവസായ പാർക്ക് സ്ഥാപിക്കും. ആധുനിക സൗകര്യത്തോടെ ശ്മശാനം നിർമ്മിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. UDF നേതാക്കളായ PPA സലാം, V സുരേന്ദ്രൻ മാസ്റ്റർ, PK ഷൗൽ ഹമീദ്, KP ഹാഷിം, K രമേശൻ, V നാസർ മാസ്റ്റർ, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, TT രാജൻ മാസ്റ്റർ, സന്തോഷ് കണ്ണംവള്ളി, TK ഹനീഫ, PK മുസ്തഫ, MC അൻവർ, MPK അയൂബ്, ആവോലം ബഷീർ, നൌഷാദ് അണിയാരം എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ഒളവിലം SUM സ്കൂളിൽ നിന്നും ചൊക്ലി സബ് ജില്ലാ തലത്തിൽ കലാകായിക ശാസ്ത്രമേളയിലും തൈക്കൊണ്ടോ ആയോധന കലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും കായികമേളയിൽ LP വിഭാഗം കിഡ്ഡീസ്, ഗേൾസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. സ്കൂൾ മാനേജ്മെന്റ്, PTA, സ്കൂൾ ജീവനക്കാർ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദനം ഒരുക്കിയത്. ഒളവിലം SUM സ്കൂളിൽ നിന്നും ചൊക്ലി സബ് ജില്ലാ തലത്തിൽ കലാകായിക ശാസ്ത്രമേളയിലും തൈക്കൊണ്ടോ ആയോധന കലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയും
കായികമേളയിൽ LP വിഭാഗം കിഡീസ് ഗേൾസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റ്, PTA, പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റാഫിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദിച്ചത്. സ്കൂൾ കമ്മിറ്റി ചെയർമാൻ E. ഷറഫുദ്ദീൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഞാൻ അഭിനന്ദനം നേരുകയാണ്. അനുഗ്രഹം ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. PTA പ്രസിഡന്റ് K. കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ സുലൈമാൻ മാസ്റ്റർ, കൺവീനർ VK ഖാലിദ്, PTA എക്സിക്യൂട്ടീവ് അംഗം മഹറൂഫ് സിദ്ദീഖ്, മദർ PTA പ്രസിഡന്റ് ഹസീബ, സ്റ്റാഫ് സെക്രട്ടറി TK വിബിന എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ N. ഹരിദാസ് മാസ്റ്റർ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ വീണ ടീച്ചർ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ സ്മൈൽ ട്രെയിനിന്റെ നേതൃത്വത്തിൽ മുച്ചിറി, മുറിയണ്ണാക്ക് എന്നിവയുള്ളവർക്കായി സൗജന്യ ശസ്ത്രക്രിയ ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനാ ക്യാമ്പ് തലശ്ശേരി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുച്ചിറി, മുറിയണ്ണാക്ക് ബുദ്ധിമുട്ടുള്ളവർക്കായി അന്താരാഷ്ട്ര ചാരിറ്റി സംഘടനയായ സ്മൈൽ ട്രെയിൻ വഴി സൗജന്യ സർജറി ചികിത്സ ലഭ്യമാക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ കുയ്യാലിയിലെ തോട്ടത്തിൽ റെസ്റ്റോറന്റ് ഹാളിലാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശോധനാ സൗകര്യം ഒരുക്കുന്നത്. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ഇതിനകം സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ 400ഓളം പേർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകിയതായി സംഘാടകർ അറിയിച്ചു. ക്യാമ്പ് നടത്താനാണ് ഈ വരുന്ന ഞായറാഴ്ച 7-ാം തീയതി. അതിൽ ഉദ്ദേശിക്കുന്ന രോഗികളിൽ എന്ന് വെച്ചാൽ ജന്മന വൈകല്യമുള്ള ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ്, മുച്ചടി, മുറിയണ്ണാക്ക്, അതിൻ്റെ സർജറി തികച്ചും സൗജന്യമായിട്ട് ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഈ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കാലിക്കറ്റ്. അത് വരുന്നത് സ്മൈൽ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനാണ്, അമേരിക്കൻ ബേസ്ഡ്. അവരാണ് അത് ഫുള്ളായിട്ട് പാക്കേജ് പൈസ, ഓരോ പേഷ്യൻ്റെ പൈസയും അവരാണ് കൊടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് VP ശ്രീജിത്ത്, സ്മൈൽ ട്രെയിൻ പ്രൊജക്ട് മാനേജർ P. മോഹനൻ, റോട്ടറി ക്ലബ് സെക്രട്ടറി ദർശൻ വിജയ്, TM ദിലീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി വികസന വേദിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ വികസനം എന്ന വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡിസംബർ 6-ന് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നു. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30-നാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൈസൂർ റെയിൽപാത, തലശ്ശേരിക്ക് കോർപ്പറേഷൻ, ജില്ലാ പദവി, ക്രൂയിസ് പോർട്ട്, ചിത്രദുർഗ നാഷണൽ ഹൈവേ, പാർലമെന്റ് മണ്ഡലം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ചരിത്ര നഗരത്തിന്റെ വിവിധ ആവശ്യങ്ങളിലൂന്നി പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി വികസനവേദി ഈ കാര്യങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാട് അറിയാനായാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഹാളിൽ നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് പുറമെ കലാകായിക മേഖലകളിലെ പ്രമുഖരും തൊഴിലാളി സംഘടനാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുമെന്ന് വികസനവേദി ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവരുടെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പൊതുജനങ്ങളോട്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ പൊതുജനങ്ങളോട് പറയുന്ന ഒരു നിമിഷത്തിനായി, ഒരു ചരിത്ര നിമിഷം തന്നെയായിട്ടാണ് തലശ്ശേരി വികസന വേദി അത് കാണുന്നത്. കാരണം തലശ്ശേരി വികസന വേദി രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ട് ഉന്നയിച്ച ഒരു മുദ്രാവാക്യം തലശ്ശേരി കോർപ്പറേഷൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാക്കുക എന്നതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം. മൂന്നാമത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് 103 വർഷങ്ങൾക്ക് മുമ്പ് ജില്ലയായിരുന്ന തലശ്ശേരി 1922 അന്ന് 5 ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി എന്നിവയാണ്. ജില്ലാ ആസ്ഥാനത്തെ ജില്ലാ പദവിയിലേക്ക് തലശ്ശേരിയെ ഉയർത്തുക എന്നതാണ്. നാലാമതായിട്ട് ക്രൂയിസ് പോർട്ട്, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് തലശ്ശേരി. ആ ക്രൂയിസ് പോർട്ട് തലശ്ശേരിയിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ്. ഡോക്ടർ രാജീവ് നമ്പ്യാർ മോഡറേറ്ററാവും. വികസനവേദിയുടെ രക്ഷാധികാരിയും ചിത്രകലാ അധ്യാപകനുമായ KK മാരാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KV ഗോകുൽദാസ്, സജീവ് മാണിയത്ത്, CP അഷ്റഫ്, TM ദിലീപ് കുമാർ, B മുഹമ്മദ് കാസിം, CM മുരളി, P സമീർ, മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂരിൽ ഫയർഫോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള 3 സെന്റ് സ്ഥലം
പാട്ടത്തിന് കൊടുത്ത സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. പാനൂരിൽ ഇരുചക്രവാഹന യാത്രക്കാരന് ലോറിയിടിച്ച് ദാരുണാന്ത്യം. മരണപ്പെട്ടത് ചെറുപറമ്പിലെ പുതിയ വീട്ടിൽ യൂസഫ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പ്രശ്നബാധിത ബൂത്തുകൾ നിർണയിച്ചതിൽ അപാകതയെന്ന ആരോപണവുമായി UDF. മുൻ തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷമുണ്ടായ പല ബൂത്തുകളും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റിലില്ലെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. പാനൂരിനടുത്ത് വിളക്കോട്ടൂരിൽ ഭീതി പരത്തി കാട്ടുപോത്തുകൾ പ്രത്യക്ഷപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെയോടെ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.